ഹായ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ മച്ചാ പറയാം, ഞാൻ ഇന്നുള്ള നമ്മളെ പില്ലർ ഫൗണ്ടേഷൻ സൈറ്റിലാണ്. അതായത് വീടിന് ആവശ്യമായിട്ട് നമ്മൾ പില്ലർ വെച്ചിട്ട് ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട്. ആ ഒരു സൈറ്റിലാട്ടോ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ കുഴി കുഴിക്കുന്നതും പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മേലെ കൊടുക്കാം, ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏത് കമ്പി ഉപയോഗിച്ചിട്ടാണ് ഈ പില്ലറിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏത് കമ്പി ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നെറ്റ് ചെയ്യുന്നത്, എത്ര വീതിയുള്ള പില്ലറുകളാണ് നമ്മൾ കൊടുക്കുന്നത്, പിന്നെ ഏത് കല്ലുപയോഗിച്ചിട്ടാണ് പിന്നെ നമ്മൾ PCC ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്ത വർക്കും കൂടി എന്തൊക്കെയാണെന്നും കൂടി നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നില്ല, നമ്മൾ പറഞ്ഞ് വലിപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ നമ്മളൊരു ഇൻഫോർമേറ്റീവ് ആയ ചാനലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കോട് കൂടിയാണ് അടുത്ത ഒരാളിലേക്ക് നമ്മൾ വീഡിയോ യൂട്യൂബ് സജഷൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ നേരെ നമുക്കിനി വീഡിയോയിലിട്ട് പോയിട്ടോ. അപ്പോൾ നമ്മൾ അമൽ മച്ചാൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, കമ്പീൻ്റെ നെറ്റിൻ്റെ എല്ല് ഒടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ ഇവിടെ പില്ലറ് കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളെ നെറ്റിൻ്റെ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് നെറ്റ് തുടങ്ങാം കേട്ടോ. ഇവിടെ നമ്മൾ 10ൻ്റെ കമ്പി ഉപയോഗിച്ചിട്ട് 10 സെൻറ്റിമീറ്റർ സൈഡിൽ എല്ലൊടിച്ചിട്ട് ഈ കാണുന്ന പോലെ 10 സെൻറ്റിമീറ്റർ താഴത്തേക്ക് എല്ലൊടിച്ചിട്ടുള്ള നെറ്റാണ്. ആ എല്ലാണ് ഇവിടെ അമൽ മച്ചാൻ ഒടിക്കുന്നുണ്ടോ. ഇതുപോലെ ഇങ്ങനെ ഒടിച്ചൊടിച്ച് വെക്കുന്നുണ്ടോ, ഇങ്ങനെ ഒടിച്ചൊടിച്ച് വെക്കുന്നുണ്ട്. അത് ഓരോരോ കുഴീൻ്റെ അളവെടുത്തിട്ട് നമ്മൾ ഒടിച്ചൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ എന്നിട്ട് അത് ഒരു നെറ്റായി കിട്ടുകയാണ്. അവിടെ കണ്ടോ വലിയ കടൽ പോലെ നെറ്റാട്ടോ അവിടെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയാം, അതിൻ്റെയൊക്കെ എത്ര ഫില്ലർ വരുന്നുണ്ടെന്ന കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതവിടെ കുഴിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ പില്ലർ ഇതിപ്പോൾ 10-10ൻ്റെ കമ്പിയുണ്ട്. 10-10ൻ്റെ കമ്പിയാണ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് 15 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള നെറ്റ് ഇങ്ങനെയാണ് ഇത് കെട്ടിയിരിക്കുന്നത്. പിന്നെ പില്ലർ എന്ന് വെച്ചാൽ 4 തരത്തിലുള്ള ഫില്ലറുണ്ട് കേട്ടോ. 4 തരത്തിൻ്റെ ഫില്ലറുണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലർ 40ൻ്റെ ഫില്ലർ കേട്ടോ. അപ്പോൾ 40ൻ്റെ ഫില്ലർ ആയതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടോ നമ്മൾ 14 ഇഞ്ചിൻ്റെ ഒരു റിങ്ങാണ് ഇട്ട്, അതിൻ്റെ ഉള്ളിൽ 6/6ൻ്റെ ഒരു റിങ് വേറെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്പി 16ൻ്റെ 4 കമ്പി, കോർണറിൽ വരുന്നത് 4 കമ്പി. പിന്നെ മിഡിലിൽ 4 12, ഇവിടെ 2 12, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് 2 12. ഇതാ ഈ കാണുന്നുണ്ടോ, ഇവിടെ ഒരു 16, ഇതൊരു 12, വീണ്ടും ഒരു 12, വീണ്ടും ഒരു 16. ഇങ്ങനെ 4 കമ്പി ഈ ഭാഗത്തും 4 കമ്പി ഓപ്പോസിറ്റിലായിരുന്നു. പിന്നെ നടുവിൽ ഒരു റിങ്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പില്ലർ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ പില്ലറിൻ്റെ സൈസ് എന്ന് വെച്ചാൽ 40 വരുന്നുണ്ട്, 30 വരുന്നുണ്ട്, 20 വരുന്നുണ്ട്, 20 റൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പില്ലർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ പില്ലറിൻ്റെ കുഴി, ഇത് അന്ന് JCB ഉപയോഗിച്ച് കുഴിച്ചെടുത്താട്ടോ. അപ്പോൾ JCB അല്ല, ഇറ്റാച്ചി ഉപയോഗിച്ച് കുഴിച്ചെടുത്താൽ. അപ്പോൾ ആ കുഴി എന്ന് വെച്ചാൽ ഈ കാണുന്നുണ്ടോ, ഇറ്റാച്ചിൻ്റെ കൈ കൊണ്ട് എല്ലാ ഭാഗത്തും എന്താവില്ല, മണ്ണ് മൊത്തം ക്ലിയറായി കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ക്ലിയറാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കമൽ മച്ചാനും വേറെ ഒരു ഭാഗ്യവും കൂടി അവിടെ എന്തുണ്ട്, 2 ആൾ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അവർ കംപ്ലീറ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വരും. അപ്പോൾ ക്ലീൻ ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഈ കാണുന്ന പോലെ ഇവിടെ നമ്മൾ എന്തുണ്ട്, സോളിങ് മെറ്റൽ അല്ലെങ്കിൽ 1.5 ഇഞ്ച് മെറ്റൽ എന്ന് പറയുന്ന നമ്മളെ വലിയ മെറ്റൽ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് മെറ്റൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ മെറ്റൽ അതും ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എംസാൻഡും ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ 1.5 ഇഞ്ചും മെറ്റലും ഈ 2 സാധനം ഒന്നായിട്ട് ഇറക്കി എന്നുള്ളതായിരിക്കും നിങ്ങൾ ഉദ്ദേശം. അപ്പോൾ നമ്മളിപ്പോൾ 7 കൊട്ട ആണ് നമ്മൾ 1.5 ഇഞ്ച് ഇടുന്നതെങ്കിൽ 1 കൊട്ട നമ്മൾ എന്ത് ചെയ്യും, ഇതും കൂടി ഇതിലേക്ക് ഇടും. അല്ലെങ്കിൽ 6 കൊട്ടയും 1 കൊട്ട മെറ്റലും കൂടി ഇടും. അപ്പോൾ എന്ന് വെച്ചാൽ 2 കൂടി വരുന്നതിൻ്റെ വെച്ചാൽ ഗ്യാപ്പിലേക്ക് നമ്മൾ ചെറിയ മെറ്റൽ ഇറങ്ങിക്കിടക്കും. അതുകൊണ്ട് നമ്മളെ ബെഡ് നല്ല, അല്ലെങ്കിൽ PCC അല്ലെ ബെഡ് നല്ല കറക്റ്റ് ക്ലിയർ ഫില്ലിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ മെറ്റലും എംസാൻഡും നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ മെറ്റലും 1.5 ഇഞ്ച് നമ്മൾ ഇറക്കി വെച്ചത്. ഇവിടെയൊക്കെ ഫുള്ള് നെറ്റിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാ നേരത്തെ ഞാൻ പറഞ്ഞേ 6/6ൻ്റെ സ്ക്വയറുള്ള പില്ലർ. 6/6 സ്ക്വയറിന് നമ്മൾ 12ൻ്റെ 4 കമ്പിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ 6/6 ഇവിടെയൊക്കെ കാണുന്നത് തീർത്തും 6/6. അപ്പോൾ ഇനി നമുക്ക് 30ൻ്റെ പില്ലർ ഒന്ന് കാണാം. 30ൻ്റെ പില്ലർ വരുന്നത് ഇവിടെയാണ്. ഇതാണ് 30ൻ്റെ പില്ലർ. ഇതിൽ 10/6ൻ്റെ റിങ് ഉപയോഗിച്ച് 12ൻ്റെ 6 കമ്പി, 1 2 3 ഇതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ 3 12ൻ്റെ കമ്പി ഉപയോഗിച്ചിട്ടാണ് 6/6ൻ്റെ പില്ലർ നമ്മൾ കെട്ടിയെടുക്കുന്നത്.
പിന്നെ അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ കാല് ഈ കാണുന്ന പോലെയുള്ള ഈ കാലിൻ്റെത് 50 സെൻറ്റിമീറ്ററാണ് നമ്മൾ കാലൊടിച്ചിരിക്കുന്നത് കേട്ടോ. 50 സെൻറ്റിമീറ്റർ കാലൊടിച്ചിട്ടുണ്ട്. അപ്പോൾ കുഴീൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കാനുള്ളതാ, ഇതൊക്കെ വൃത്തിയാക്കാനുള്ളതാണ്. മൊത്തം മണ്ണ, ഇതൊക്കെ വൃത്തിയാക്കാനുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടോ, ചില കുഴികൾ വലിയ നീളമുള്ള കുഴികളുണ്ട് കണ്ടോ. അപ്പോൾ ഈ നീളമുള്ള കുഴി എന്ന് വെച്ചാൽ ഇതിൽ 3 പില്ലർ വരുന്നതുണ്ട്, ചില കുഴിയിലേക്ക് 2 പില്ലർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നീളമുള്ള കുഴി നമ്മൾ കുഴിച്ചെടുക്കുന്നത്. ഇവിടെയൊക്കെ കണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു പില്ലറിൻ്റെ വരുന്നത്. ആ മൂലയിൽ ഒരു പില്ലർ വരുന്നുണ്ട്, ഇവിടെ ഒരു പില്ലർ ഉണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ കുഴിക്കുമ്പോൾ അവിടെ എന്തായാലും പൊട്ടും. അതുകൊണ്ട് നമ്മളിങ്ങനെ കീറിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പില്ലർ സുന്ദരമായിട്ട് നിപ്പിക്കാൻ പറ്റും. ഇതാ കണ്ടോ, കംപ്ലീറ്റ് വൃത്തിയാക്കി എടുക്കുന്നത്. ഇങ്ങനെ കംപ്ലീറ്റ് മണ്ണ് നമ്മൾ ആദ്യം വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ആദ്യം നമ്മൾ ഭൂമിയെ നല്ല തരിപ്പാക്കി എടുത്ത് എന്നതിന് ശേഷമാണ്. പിന്നെ ഇവിടെ തന്നെ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം നല്ല ചെങ്കല്ല് മുറിക്കാൻ പറ്റിയ തരത്തിലുള്ള കല്ലാട്ടോ. നമ്മൾ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഫില്ലറിൻ്റെ ആവശ്യം വന്നതെന്നില്ല, ഇത്രയും നല്ല ഉറപ്പുള്ള സ്ഥലത്ത് പിന്നെ ഫില്ലറിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ വരും. പക്ഷേ അതിനുള്ള മറുപടിയൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ സാധാരണ രീതിയിലല്ല വീടെടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട വന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ പില്ലറിൻ്റെ കുഴിനെക്കാട്ട് ലിങ്ക് ചെയ്ത് ഇങ്ങനെ ഒരു കീറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കീറ് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ ക്യാമിസ്കിലത്തെ പത്തറേ എന്താ കല്ലാട്ടോ, നല്ല കല്ല. അപ്പോൾ അതിങ്ങനെ ചെത്തിയെടുത്ത് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്ത് മൊത്തം വൃത്തിയാക്കി എടുക്കണം കേട്ടോ. വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് പരിപാടി. ഇതാ കാണുന്നുണ്ട്, ആ കുഴിയൊക്കെ ഉണ്ടോ, നല്ല വൃത്തിയാക്കി ക്ലീൻ ഷേവ് ഷേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം മാറിപ്പോയി. ഈ കാണുന്ന പോലെ കംപ്ലീറ്റ് നമ്മളിങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറിയതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ റിട്ടേണിങ് വാൾ എന്ന് പറയുന്ന സാധനം, അതായത് ഈ സൈഡ് കംപ്ലീറ്റ് പൊക്കും. അതായത് ഈ പറമ്പിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ 50 സെൻറ്റിമീറ്റർ പൊങ്ങും കേട്ടോ. നിലവിൽ 10 സെൻറ്റിമീറ്റർ നിലാടി, അതിൻ്റെ മേലെ നിന്ന് 40 സെൻറ്റിമീറ്റർ താറാങ്ങ്, മൊത്തത്തിൽ 50 സെൻറ്റിമീറ്ററിന് മേലെ പൊങ്ങും. അപ്പോൾ പൊങ്ങുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ഈ ഹൈറ്റ് വരും. ഏകദേശം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചോക്കിന് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടോ, ഈ മാർക്കിൻ്റെ മുകളിൽ നിന്ന് 50 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇത്രയും ഹൈറ്റിലേക്ക് പോകും കേട്ടോ. ഈ ഒരു ഹൈറ്റിലായിരിക്കും. ഈ ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഉണ്ടോ, ഇത്രയും ഹൈറ്റിൽ അവിടെ വരുക. ആ ഹൈറ്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഏകദേശം 2.40 ഹൈറ്റ് വരും കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ മേലെ ഒരു ആ സൈഡിലൊരു പോർച്ച്, ഈ സൈഡിലൊരു വിറക് കൂടെ, ഇതൊക്കെയാണ് ഇതിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് ആയിട്ട് വരിക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീട് സെറ്റപ്പാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൊത്തം പില്ലർ ഫൗണ്ടേഷനിലേക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ട വലിയ നെറ്റ്. അപ്പോൾ അതിലൊക്കെ 2 പില്ലർ വരാനുള്ളതാണ്. ആ 2 പില്ലറിൻ്റെയും കൂടിയുള്ള ഒന്നായിട്ടുള്ള നെറ്റാട്ടോ ആ വലുത്. അതുകൊണ്ടാണ് അത് എത്രയും നീളത്തിൽ വരുന്നത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിലേക്ക് കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് നമ്മളിടും. അപ്പോൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേഷ്യോ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എത്ര കനത്തിലാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. കാരണം അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം അധികം ലെങ്ത്തുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ച് ഉറങ്ങും. പിന്നെ ഈ ഇൻഫോർമേറ്റീവ് ആണ് എന്ന് പറഞ്ഞാലൊന്നും അതിനൊരു അർത്ഥം ഉണ്ടാവില്ല. അധികം ലെങ്ത്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കാണാനൊരു മൂഡുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. ആ മച്ചവരെ നമ്മുടെ വീഡിയോ ഇന്ന് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മച്ചവരെ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. എല്ലാവരും പണി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഫുള്ള് സെറ്റപ്പാണ്. നാളത്തേക്കുള്ള എല്ലാ കോൺക്രീറ്റിൻ്റെ തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മെഷീനും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ വന്ന് കോൺക്രീറ്റ് തുടങ്ങും. ഇനിയിപ്പോൾ കുറച്ച് കുഴികൾ കൂടി മാത്രമാണ് നമ്മളെ ക്ലീൻ ചെയ്യാൻ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ പതിപോലെ എല്ലാവരോടും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. തുടർന്നും നമ്മൾ വീഡിയോ സംബന്ധമായ എല്ലാ വീഡിയോയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ബൈ.